നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കുട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ടതും ശേഷമുണ്ടായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണം. രാഹുൽ മാങ്കുട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ സമരപരിപാടികൾ തുടരുന്നു. നഗരത്തിൽ അമ്മത്തൊട്ടിൽ മാർച്ചുമായി മഹിളാ മോർച്ച. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലും വ്യാപകമാകുന്ന സൂചനയാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ. തോട്ടമുടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന സംശയത്തിന് ബലമേറുന്നു. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച തോട്ടമുടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ SC/ST കോർഡിനേഷൻ ധർണ. ഇന്ന് അത്തം, ഇനി ഓണനാളുകൾ. വീണ്ടും ആഹ്ലാദത്തിന്റെ പൂവിളി. ഓണം സമൃദ്ധമാക്കാൻ മലയാളികൾ ഒരുക്കം തുടങ്ങി. അതുല്യ നടൻ ഭരത് പാലേക്കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന് കലാകേരളത്തിന്റെ സ്മരണാഞ്ജലി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാഹുൽ മാങ്കുട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ അകപ്പെടുകയും ശേഷമായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണമെന്നും ബെന്യാമിൻ പാലക്കാട്ട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള സസ്പെൻഷൻ താൽക്കാലികമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും. ആരോപണങ്ങൾക്ക് ഇടമുണ്ടാവാൻ പാടില്ലാത്ത പ്രവർത്തന മേഖലയിൽ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ MLA ആയി തുടരുന്നതിൽ ധാർമ്മികതയില്ലെന്നും ബെന്യാമിൻ പറഞ്ഞു. അല്ല, ഇത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് ശരിയല്ല. അദ്ദേഹത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ജനങ്ങളുമായി ഇടപെട്ട് ധാരാളം കാര്യങ്ങളുമായി പ്രവർത്തിക്കാനുണ്ട്. മണ്ഡലത്തിൻ്റെ പുരോഗതിപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ട ഒരാളാണ്. നിത്യമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുക, സസ്പെൻഷനിലായി നിൽക്കുക, പാർട്ടിയുമായി മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു നിന്നുകൊണ്ട് പുതിയ ജനപ്രതിനിധിക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കഴിയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ട MLA രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച് പാലക്കാട് BJP ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. മാർച്ച് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് OM ബിന്ദു ഉദ്ഘാടനം ചെയ്തു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ പുറത്തുവരാനുണ്ടെന്നും KM ബിന്ദു പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കും വരെ മഹിളാ മോർച്ച പ്രക്ഷോഭം തുടരും. സ്ത്രീയുടെ രൂപം കണ്ടാൽ ആ സ്ത്രീയോട് ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നങ്ങനെ നിരന്തരം വാട്സപ്പ് കോളുകൾ വിട്ട് ഇവരെ പ്രകോപിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണനെ പോലെ ഭാര്യയാക്കിക്കൊണ്ട് കേരളം ഒട്ടുകെ ഓടുകയാണ്. നമ്മുടെ രാഹുൽ മാങ്കുട്ടം റെസ്റ്റ് ഇല്ലാതെ ഓടുകയാണ്. അതിൻ്റെ ഭാഗമായി പല സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളും ഗർഭിണികളാവുകയും അതിൻ്റെ ഭാഗമായി പെൺകുട്ടികളുടെ നിരന്തരം പ്രകോപിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കളയണമെന്നും ഗർഭചിത്രം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം ശല്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഒട്ടനവധി സ്ത്രീകളാണെന്ന് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. BJP ഓഫീസ് പരിസരത്ത് നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു മഹിളാ മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ, മിനി കൃഷ്ണകുമാർ, സുമംഗല ടീച്ചർ, സുമലത മുരളി, ജയ കണ്ണൻ, ഉഷ ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തെളിവാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL നേതാവ് അഡ്വക്കേറ്റ് PA പൗരൻ. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമ പ്രഭുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SC/ST കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PA പൗരൻ.
രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് മുതലമട പ്രദേശത്തെ തോട്ടമുടമകൾ എന്നതുകൊണ്ടാണ് അവരുടെ പീഡനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് PA പൗരൻ ചൂണ്ടിക്കാട്ടി. തോട്ടമുടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന സംശയത്തിന് ബലം കൂടി വരികയാണ്. ഒട്ടനവധി കൊലപാതകങ്ങൾ നടന്നിട്ടും അവയെല്ലാം ആത്മഹത്യയാക്കി മാറ്റി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ തുടരുമ്പോഴും പോലീസ് നടപടിയെടുക്കുന്നില്ല. പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ നൽകുന്ന കേസുകളിൽ മാത്രം തെളിവില്ലാതാകുന്നതെങ്ങനെയെന്ന് ചിന്തിക്കണം. ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട ജില്ലാ ഭരണകൂടം നിർജീവമാണെന്നും PA പൗരൻ കുറ്റപ്പെടുത്തി. അവിടെ വളരെ കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളയ്യൻ എന്നു പേരായ 54 വയസ്സ് പ്രായമുള്ള ഒരു ആദിവാസിയെ അതിൻ്റെ റിസോർട്ടിൻ്റെ ഉടമയായിട്ടുള്ള സ്ത്രീയും അവരുടെ മകൻ പ്രഭുവും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും 5 ദിവസം അവിടെ അടച്ചിട്ട മുറിയിൽ ഇട്ടുകൊണ്ട് അവരെ ക്രൂരമായിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ, പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും അനുവദിക്കാതെ വളരെ മൃഗീയമായി. SC/ST കോർഡിനേഷൻ ചെയർമാൻ T മായാണ്ടി അധ്യക്ഷത വഹിച്ചു. വിളയോടി വേണുഗോപാൽ, വാസുദേവൻ, കാർത്തികേയൻ മംഗലം, സൊറിയൻ മൂപ്പൻ, ജയകൃഷ്ണൻ വൈദ്യർ, പഞ്ചമൻ, ഗുരുവായൂരപ്പൻ, ബാബു, കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതുല്യ നടൻ ഭരത് ബാലക്കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്. ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആ പ്രതിഭ വിടവാങ്ങിയത് 2000 ഓഗസ്റ്റ് 26-നാണ്. കോഴിക്കോട്ടെ ഒരു മെക്കാനിക്കായി ജീവിതം ആരംഭിച്ച് പിൽക്കാലത്ത് അഭിനയകലയുടെ കൊടുമുടി കീഴടക്കിയതാണ് ബാലക്കൻ നായരുടെ ജീവിത ചരിത്രം. നാടകകലയുടെ ശക്തമായ അടിത്തറയിൽ നിന്ന് അഭ്രപാളിയുടെ ആകാശത്തേക്ക് പറന്നുയർന്നതാണ് ബാലൻ കെ നായരുടെ കലാജീവിതം. അഭിനയകല അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധ വാസനയായിരുന്നുവെന്ന് വേണം വിലയിരുത്താൻ. അഭ്രപാളികളിൽ ഏറെയുമെത്തിയത് വെറുക്കപ്പെടുന്ന വില്ലനായി. എന്നാൽ അപൂർവമായി വീണുകിട്ടിയ അവസരങ്ങളിൽ അഭിനയ തികവിൻ്റെ പവിഴം ചാർത്തി ബാലൻ കെ നായർ ഭരത് ബാലൻ കെ നായരായി. നേരവും കാലവും ഒക്കെ നോക്കാതെ അവനോട് കയറി ഇറങ്ങുന്നതൊക്കെ ശരി, ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്നു തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം തികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? അതെ, നിശ്ചയിച്ചു. 1972 പുറത്തുവന്ന നിഴലാട്ടമാണ് ആദ്യ ചിത്രം. പിന്നീട് സിനിമാ രംഗത്ത് സജീവമായ ബാലൻ കെ നായർ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾക്കിടെ അതിഥി, തച്ചോളിയമ്പു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച അഭിനയത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓപ്പോളിലെ പരിവർത്തനപ്പെട്ട സൈനിക ഓഫീസറുടെ വേഷത്തിന് 1981 മികച്ച നടന് രാഷ്ട്രം നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭരത് അവാർഡും ബാലൻ കെ നായരെ തേടിയെത്തി. ആറാട്ട്, തച്ചോളിയമ്പു, അങ്ങാടി, തുഷാരം, വളർത്തുമൃഗങ്ങൾ, ഈ നാട്, മൂർഖൻ, കോളിളക്കം, ആൾക്കൂട്ടത്തിൽ തനിയെ, 1921, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിവ ബാലൻ കെ നായരുടെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ചിലതാണ്. മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. മിസ്റ്റർ ജോഷി ജോൺ, ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും രചിപ്പിക്കത്തക്ക വിധം താൻ തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അധികാരമോഹികളുടെ കൂറയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? 1990 പുറത്തുവന്ന കടവിലെ തോണിക്കാരനാണ് അവസാന വേഷം. ഈ ചാത്തുണ്ണിയേട്ടനെ കൊണ്ട് തോറ്റി നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണ്ണിയേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്
മുമ്പ് നിങ്ങൾ ഷാപ്പ് നടത്തിയ കാല അന്നത്തെ കുപ്പായം തന്നെയത് എന്താ എഴുതിട്ട് ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴുകുന്ന നിനക്ക് മതിയോ ഇരിയാ അവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല അതുകൊണ്ടല്ല ചാത്തുനേട്ടാ ചാത്തുണ്ണിയേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ആയിരത്തി 1933 ഏപ്രിൽ 4 കോഴിക്കോട് ചേമഞ്ചേരിയിൽ ജനിച്ച ബാലൻ കെ നായർ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26 അവസാന കാലത്ത് ഒരുപാട് നാൾ അർബുദത്തോട് മല്ലിട്ടാണ് മഹാനടൻ അരങ്ങൊഴിഞ്ഞത്. വിട പറഞ്ഞ് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടനരംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ച അനശ്വരതയ്ക്ക് മങ്ങലില്ല. മലയാള സിനിമയിലെ പുരുഷഗർജനമായി ഇന്നും ഭരത് ബാലൻ കെ നായർ വാഴ്ത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് STV. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആൻഷിയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി സുബൈദ ഐസാഖ് ഉദ്ഘാടനം ചെയ്തു. മനശ്ശേരി മുകുന്ദ ഓഡിറ്റോറിയത്തിലെ സാവിത്രി അന്തർജനം നഗറിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാക്ക് ഉദ്ഘാടനം ചെയ്തു. സർവദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പല സംഭവവികാസങ്ങളും നടന്നു പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ലോക ജനതയെ ആകെ വളരെ അസ്വസ്ഥമാക്കിയിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ സമ്മേളന കാലഘട്ടം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഓർത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ധാരാളം സംഭവവികാസങ്ങൾ. പശ്ചിമേഷ്യയിലാകെ യുദ്ധവെറിയുടെ നാളുകളായിരുന്നു. ആ നാളുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെയും വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളുടെയും ഒക്കെ ഭാഗമായി 10,000-കണക്കിന് ജനങ്ങളാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് പി സുബൈദ അധ്യക്ഷയായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP വസന്ത സംഘടനാ റിപ്പോർട്ടും, ഏരിയ സെക്രട്ടറി P സിന്ധു പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ KK ഗൗരി കണക്കും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് K ഓമന, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശോഭന രാജേന്ദ്രപ്രസാദ്, K രത്നമ്മ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ലക്കിടിയിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് വാലി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 8,60,000 വ്യവസായികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8,70,000 നടപ്പിക്കാൻ പോലും 13,000 കോടി രൂപയുടെ പത്രങ്ങൾ 2040 വരെ ആക്റ്റീവായിട്ട് കാണുന്നു. ഹോം ഡെലിവറി അവർ 13,000 കോടി ഒരു സംശയമൊക്കെ ഞാൻ നോക്കുന്നത് 200 രൂപയുടെ റബ്ബറുണ്ട്, 150 രൂപയുടെ ഉത്പാദനം എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് നമ്മൾ നിസ്സാരക്കാരല്ല. ഇതിലെ ഈ സമ്പദ്ഘടനത്തിന്റെ അവസാനം 1,30,000 ടൺ റബ്ബർ നമ്മുടെ കച്ചവടക്കാരുടെ കയ്യിൽ സ്റ്റോക്കാണ്. അപ്പോൾ 200 രൂപയ്ക്ക് താഴെ റബ്ബർ മാർക്കറ്റിൽ അവൈലബിൾ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചടങ്ങിൽ മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കൂടാതെ IRDF സ്ഥാപക നേതാക്കളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വൃക്കരോഗികളായി ചികിത്സയിൽ കഴിയുന്ന അംഗങ്ങൾക്ക് ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. അലിഖാൻ, ബിജു തോമസ്, സുധാകരൻ കാട്ടാന, ജോഷി പന്തല്ലൂർ, AK പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. PV ജോർജ് പുലാപ്പറ്റ സ്വാഗതവും PPK അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സുധാകരൻ, ജിജി ചേലക്കര, MC രാധാകൃഷ്ണൻ, വിശ്വനാഥൻ രക്ഷാധികാരികളായും, മുസ്തഫ കമാൽ വാഴാമ്പുറം പ്രസിഡന്റായും, PV ജോർജ് ട്രഷറായും അടങ്ങുന്ന പുതിയ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്ത. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ മങ്കരയിൽ ബ്ലോക്ക് തല ടെക്നോളജി ഡേ സംഘടിപ്പിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാരെ നിരന്തരം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ
ഗവേഷണങ്ങളും പരിശോധനകളുടെയും പരിശീലനങ്ങളുടെയും ഒക്കെ ഭാഗമായി അത് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് പരീക്ഷിക്കാറുണ്ട്. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ പ്രൊഫസർ പുരുഷോത്തമൻ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ KV രാമേന്ദ്രൻ അധ്യക്ഷനായി. മങ്കര കൃഷി ഓഫീസർ മുകുന്ദകുമാർ ചടങ്ങിൽ സ്വാഗതവും പറഞ്ഞു. കഴിഞ്ഞ വർഷം സർവകലാശാലയുടെ ട്രയൽ പരിപാടിയിൽ പങ്കെടുത്ത ബ്ലോക്കിലെ മാതൃകാ കർഷകരായ ശങ്കരനാരായണൻ, സോമൻ, KP ദേവദാസൻ, വധുദേവൻ, ഉദയബേബി എന്നിവർ വിജയകരമായി കൃഷി ചെയ്തതിന് ചടങ്ങിൽ ആദരവും ഏറ്റുവാങ്ങി. കൂടാതെ കോമ്പി സ്മാരക മികച്ച ജൈവ കർഷകൻ അവാർഡ് കരസ്ഥമാക്കിയ അഭിലാഷിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനങ്ങനടി പാവുക്കോണത്തെ നിർധന കുടുംബത്തിലെ പെൺകുട്ടിക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റ്. ഒരുമ മംഗല്യം പദ്ധതിയിൽ എല്ലാ സുമനസ്സുകൾക്കും പങ്കാളികളാകാമെന്ന് ട്രസ്റ്റ് വൃത്തങ്ങൾ ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവാഹം ശരിയായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് ഒരുമ ഓഫീസിൽ മകളുടെ കൈപിടിച്ചെത്തിയ ഒരമ്മയുടെ നിസ്സഹായാവസ്ഥ നേരിൽ കണ്ടാണ് ട്രസ്റ്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മംഗല്യനിധിക്ക് രൂപം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് വിവാഹം നടത്തുന്നത്. ഓഗസ്റ്റ് 31-നാണ് പെൺകുട്ടിയുടെ വിവാഹം. സുമനസ്സുകൾക്ക് ഇനിയും ഈ സദ്യുദ്യമത്തിൽ പങ്കാളിയാവാൻ അവസരമുണ്ട്. ആഗസ്റ്റ് 31-ാം തീയതി ഞായറാഴ്ച വാണിയംകുളം തൊട്ടടുത്ത പ്രദേശമായ പാവക്കോണത്ത് ഏറ്റവും നിർധനയായ ഒരു അമ്മയും മകളും നമ്മളെ സമീപിച്ച് അവരുടെ മകളുടെ വിവാഹം ശരിയായിട്ടുണ്ടെന്നും വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും പ്രതിസന്ധിയുള്ള ഇതാണ് ഒരുമയുടെ ഒരു സഹായം ആവശ്യപ്പെട്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ഒരുമ ട്രസ്റ്റ് ബോർഡ് കൂടിയിട്ട് നമ്മൾ അവരുടെ വീടൊക്കെ പോയി സന്ദർശിച്ചപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. വീട് 450 സ്ക്വയർ ഫീറ്റിനകത്ത് പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്തൊരു വീടാണുള്ളത്. അപ്പൊ അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലുള്ള അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുമ തയ്യാറാവുകയും വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമ ട്രസ്റ്റ് തീരുമാനിക്കുക 5 പവൻ സ്വർണ്ണാഭരണങ്ങളും വിവാഹ സദ്യയും. അത് മാത്രമല്ല, നമ്മൾ ആ വീട് തന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ആ വീട്ടിലെ പെയിന്റിംഗ് അടക്കം ആ വീടിന് ആവശ്യമുള്ള വാതിലുകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ട് ആരോരുമില്ലാത്തവർക്കായി ഒരുമയുടെ കരുതലായി ഇത്തവണ ഓണക്കിറ്റ് വിതരണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി PP സോമൻ, ട്രഷറർ P അബ്ദുൾ ഷുക്കൂർ, P അക്ബർ അലി, PS രവീന്ദ്രൻ, VK സിദ്ദിഖ്, TJ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ന് അത്തം. ഓണത്തിൻ്റെ സമൃദ്ധ സുന്ദരമായ നാളുകളാണ് ഇനി. തിരുവോണം അവിസ്മരണമാക്കാൻ ലോകമെങ്ങുമുള്ള മലയാളികൾ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. വർണ്ണശബളമായ പൂക്കളവുമായാണ് നാട് അത്തത്തെ വരവേറ്റത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ചെണ്ടുമല്ലി കൃഷി വിജയകരം. ഓണവിപണി ലക്ഷ്യമിട്ട് മാത്തൂർ കരിയങ്കോട് സ്വദേശിയായ ജയപ്രകാശൻ എന്ന കർഷകനാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. കൃഷി ഓഫീസറെത്തി ആദ്യ വിളവെടുപ്പും വിൽപ്പനയും നടത്തി. ഓണവിപണി ലക്ഷ്യമിട്ട് നല്ല പൂക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൂക്കൃഷി ഇറക്കിയ കർഷകന് പ്രതീക്ഷയും പ്രത്യാശയും നൽകി വിളവെടുപ്പ്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളിക്ക് നാട്ടിൻപുറത്തുനിന്ന് നേരിട്ട് നല്ല പൂക്കൾ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ കരിയങ്കോട് ഉഷസിലെ ജയപ്രകാശിൻ്റെ പൂന്തോട്ടത്തിലെ വിളവെടുപ്പാണ് ഉത്സവഛായ പകർന്നത്. കോട്ടായി ചെറുകുളം പാലക്കോട് വീട്ടിൽ അയ്യപ്പൻ എത്തിച്ചു നൽകിയ മുന്തിയ തരം ചെണ്ടുമല്ലി തൈകൾ നട്ട ജയപ്രകാശിന് സാമാന്യം തരക്കേടില്ലാത്ത വിളവ് ലഭിച്ചിട്ടുണ്ട്. മാത്തൂർ കൃഷി ഓഫീസർ ഗൗതം, കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ് എന്നിവർ ചേർന്ന് ആദ്യ വിളവെടുപ്പും ആദ്യ വിൽപ്പനയും നടത്തി. ഈ ഓറഞ്ച്, അതുപോലെ തന്നെ യെല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് മാരിഗോൾഡ് ബാംഗ്ലൂരിൽ നിന്നും തൈകൾ ഇറക്കിയിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കീടരോഗ നിയന്ത്രണങ്ങൾ, മറ്റ് മറ്റ് പരിപാടികളും ഈ ഇതിനകത്ത് ചെയ്തു വന്നിട്ടുണ്ട്. വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വിളവെടുപ്പും ഇത്തവണ നടത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ഓണം അതുപോലെ തന്നെ പൂജ വിപണികൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നൂതന കൃഷി സമ്പ്രദായം സ്വീകരിച്ച് മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കർഷകർക്ക് സർക്കാരിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് മാത്തൂർ കൃഷി ഓഫീസർ ഗൗതം പറഞ്ഞു. ഏതുതരം കൃഷിയായാലും ഉൽപ്പന്നത്തിന് പറ്റിയ വിപണിയാണ് പ്രധാനമെന്നും കൃഷിവകുപ്പും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും കർഷകരും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഓഫീസ്
ഒളിമ്പിക് ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. പുതിയ ഭാരവാഹികൾ ഇതോടനുബന്ധിച്ച് ചുമതലയേൽക്കുമെന്നും തുടർന്ന് ജനറൽ കൗൺസിൽ യോഗം നടക്കുമെന്നും പ്രസിഡന്റ് പി രാജേഷ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് കോട്ടമൈതാനം ICICI ബാങ്കിന് പിൻവശത്തുള്ള ഗോകുലം ഗാർഡൻസിലെ ഒളിമ്പിക് ഭവനിലാണ് പരിപാടി. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷത വഹിക്കും. വിവിധ കായിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 ഒളിമ്പിക് ദിന റാലിയിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കിയ ജില്ലയിലെ NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക സംഘടനകളെയും ചടങ്ങിൽ ആദരിക്കും. പഞ്ചായത്ത് കമ്മിറ്റികൾ, അതിനു മുകളിലായി മണ്ഡലം കമ്മിറ്റികൾ, അതിനു മുകളിലായി ജില്ലാ കമ്മിറ്റി എന്ന നിലയിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ അനുമതിയോടുകൂടി ജില്ലാ ഒളിമ്പിക് വേവിന്റെ പ്രവർത്തനത്തെ വിപുലപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ തീരുമാനങ്ങളും നാളത്തെ ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഉണ്ടാകും. ഒളിമ്പിക് വേവിന്റെ ജില്ലാ കൺവീനറായി തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ മുഹമ്മദ് കാസിം അവർകളെയാണ്. അപ്പോൾ ഒളിമ്പിക് വേവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നവർക്ക്, അവർക്കൊരു ഇപ്പോൾ നടന്നു പോകുമ്പോൾ പല അപകടങ്ങൾ സംഭവിക്കുന്നവരുണ്ട്, മരണപ്പെടുന്നവരുണ്ട്, അവർക്കെല്ലാം സഹായകരമാകുന്ന നിലയിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വരെ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു. നാളത്തെ ജനറൽ കൗൺസിലും അതിനൊരു തീരുമാനം ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി ആ തീരുമാനവും പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ്, സെക്രട്ടറി EK ബൈജു, ട്രഷറർ KC പ്രീത്, വൈസ് പ്രസിഡന്റ് VS മുഹമ്മദ് കാസിം, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് C ഹരിദാസ്, ജമീൽ കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിന് ദേശീയതലത്തിൽ മികച്ച വിദ്യാലയമായി അംഗീകാരം ലഭിക്കുന്നതിന് അക്ഷീണം പ്രയത്നിച്ച OK മൊയ്തീവിന് ഓണററി ഡോക്ടറേറ്റ് ബഹുമതി. വിവിധ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ OK മൊയ്തീവിനെ 27-ന് അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റി ആദരിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതകുറിശി DS ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി ഭക്ഷണത്തോടുകൂടി 9 വരെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA എന്നിവർ അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ ഉപഹാരം OK മൊയ്തീവിന് സമ്മാനിക്കും. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ മാതൃകാപരമായ സേവനത്തിനാണ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഉയർച്ചയിൽ OK മൊയ്തു വഹിച്ച പങ്ക് അതുല്യമാണെന്നും ഹൈസ്കൂൾ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 1960 KER റെഗുലേഷൻ പ്രകാരം നമ്മൾ റിക്കഗ്നേഷൻ കിട്ടി. അതുവരെ 1/51 രജിസ്ട്രേഷൻ പ്രകാരം മദ്രാസ് പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്നു. അന്ന് കാമരാജാണ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു ഒരു കാലത്ത്. പിന്നീട് രാജ്യം അതിൻ്റെ ആ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വന്നു. അതിന് 2003 ഞാനടങ്ങിയ ഈ സ്കൂളിൽ തന്നെ പഠിച്ച 12 പേരടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളടങ്ങിയ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി നിലവിൽ വന്നത്. ഇനി ഞങ്ങൾ മിക്കവാറും 1-2 ആളെ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സ്കൂൾ മാനേജർ OK മൊയ്തു, PTA പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, പ്രിൻസിപ്പാൾ PR രജി, പ്രധാനാധ്യാപിക B ശ്രീജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കുട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ടതും ശേഷമുണ്ടായതുമായ കാര്യങ്ങൾ സമാനതകളില്ലാത്തതെന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുൽ സ്വയം ചിന്തിക്കണം. രാഹുൽ മാങ്കുട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ സമരപരിപാടികൾ തുടരുന്നു. നഗരത്തിൽ അമ്മത്തൊട്ടിൽ മാർച്ചുമായി മഹിളാ മോർച്ച. ഉത്തരേന്ത്യയിൽ നടന്നുവരുന്ന ദളിത് പീഡനങ്ങൾ ദക്ഷിണേന്ത്യയിലും വ്യാപകമാകുന്ന സൂചനയാണ് മുതലമടയിലും കേരളത്തിലെ ദളിത് ഉന്നതികളിലും കണ്ടുവരുന്നതെന്ന് PUCL ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ. തോട്ടമുടമ പ്രഭുവിനെ ഒളിപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന സംശയത്തിന് ബലമേറുന്നു. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച തോട്ടം ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ SC/ST കോർഡിനേഷൻ ധർണ. ഇന്ന് അത്തം, ഇനി ഓണനാളുകൾ. വീണ്ടും ആഹ്ലാദത്തിന്റെ പൂവിളി. ഓണം സമൃദ്ധമാക്കാൻ മലയാളികൾ ഒരുക്കം തുടങ്ങി. അതുല്യ നടൻ ഭരത് പാലേക്കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട്. അനശ്വരതയുടെ അഭിനയ തികവായി പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന 100 കണക്കിന് കഥാപാത്രങ്ങൾ. മഹാനടന് കലാകേരളത്തിന്റെ സ്മരണാഞ്ജലി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.